ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, ഇപ്പോൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് പ്ലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് മറ്റേ നമ്മുടെ ആക്നെ പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യും, എനിക്ക് റിസൾട്ട് ഉണ്ടായി നിങ്ങളും ഇതാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് ഈ അവരുടെ അടിയിൽ ലിങ്ക് എനിക്കും വേണം എന്ന് പറയുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി പോയ മുടിയുണ്ടല്ലോ, അതായത് കംപ്ലീറ്റ്ലി ബാൾഡായ ഹെയർ, അത് വീണ്ടും റീഗ്രോത്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. അസൂയക്കും കഷണ്ടിക്കും ഇതില്ല എന്ന് പറയുന്ന പോലെ തന്നെ എക്സാക്ട്ലി ഒരു കഷണ്ടി ആയിട്ട് അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിൾസ് ഇല്ലാത്ത ഒരു സ്കാൽപ്പിൽ ഒരു കാരണവശാലും മുടി വരില്ല. നമ്മൾ ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മിനോക്സിലിനാണ് അധിക ഡെർമറ്റോളജിസ്റ്റും കൊടുക്കുന്ന മെഡിസിൻ. ഇതെന്ന് പറഞ്ഞാൽ FDA അക്സെപ്റ്റഡ് ആണ്. അതെന്താ ചെയ്യുന്നത്? ബ്ലഡ് സർക്കുലേഷനെ പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനെ പമ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഹെയർ ഗ്രോത്ത് വരും. പക്ഷേ അത് എന്നും ശാശ്വതമല്ല, പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ അത് നിർത്തും. പിന്നെ ഫെനസ്റ്റൈഡ്, ഡ്യൂട്ടാഫെസ്റ്റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതാണ് പറയാ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസി വന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്. യെസ്, കാരണം ഈ ഫെനസ്റ്റൈഡ്, ഡ്യൂട്ടാഫെസ്റ്റൈഡ്, മിനോക്സിൽ ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇത് BP-യിൽ വേരിയേഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെയിൽസിനാണ് ഇറക്ഷൻ ഒക്കെ പ്രശ്നം വരും. അപ്പോൾ അവർക്ക് ആ ഫിയർ വരും. അത് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ അവർ കാണും, ഓക്കെ DHT ബ്ലോക്കേഴ്സ് ആണ് കൊടുക്കുന്നത്. DHT ബ്ലോക്കേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇപ്പം താടി നല്ലോണം വരും. ഇപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ DHT ആയി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഹെയർ ലോസ് കൂടുക. ഇപ്പൊ DHT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് താടി വളരാനൊക്കെ നല്ലതാണ്. അപ്പം ടെസ്റ്റോസ്റ്റിറോൺ, അപ്പം താടി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ, ഇപ്പൊ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, കഷണ്ടി ആണെങ്കിൽ നല്ല താടി. യെസ്. ഇപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ DHT ആയി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല താടി മീശയൊക്കെ ഉണ്ടാവും.